ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ഇംഗ്ലീഷിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു. ടെൻഡർ ടച്ച് അല്ലേ, ഒരു മൃദുവായ സ്പർശം. ആ പാഠഭാഗം നമ്മൾ പഠിച്ചു. നമ്മുടെ ഫ്രണ്ടായ സാഷിയെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്കിനി ആ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ഓരോന്നായിട്ട് നോക്കാം. റെഡിയാണോ? ആക്ടിവിറ്റി നമ്പർ 1, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. എന്താണ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് അതിന് സെയിം ആയിട്ടുള്ള കളർ, ഏതാണ് സെയിം പെയർ അതിന് സെയിം ആയിട്ടുള്ള കളർ കൊടുക്കണം. എന്താണ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സെയിം സൗണ്ട്സ് വരുന്ന വേർഡ്സുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക അല്ലേ. ഇവിടെ ഫസ്റ്റ് വൺ ഫ്രൗൺ. ഫ്രൗണിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണ്? ഡൗൺ എന്നുള്ള നടുവിലേതാണ് ഡൗൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡൗൺ എന്നതിന് ഗ്രീൻ കളർ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് വൺ ഹോൾഡ്. ഹോൾഡിന് മാച്ച് ആയിട്ടുള്ളത് ഗോൾഡ്. ഹാൻഡിന് മാച്ച് ആയിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഗോൾഡ് എന്നതിൽ യെല്ലോയും അണ്ടർസ്റ്റാൻഡ് എന്നതിൽ ബ്ലൂയും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് ഡൗട്ടില്ലല്ലോ, സെയിം സൗണ്ട് വരുന്നതാണ്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ പോം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഈ പോം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ക്ലൂസ് നമുക്കിവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ബോക്സിൽ തന്നിട്ടുള്ളത് എന്ന് വായിക്കാം. ട്രീ, പോട്ട്, ഫ്ലവർ, സ്റ്റാർ, ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ, സ്വേയിങ് ഇൻ ദ വിൻഡ്, ഷൈനിങ് ഇൻ ദ സ്കൈ, ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. ഇനി എന്താണ് നമ്മുടെ പോം? മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ പോലെയാണ്. ഫ്ലറ്ററിങ് ഇൻ ദ ഗാർഡൻ, അത് ഗാർഡനിലെല്ലാം ഇങ്ങനെ മൂളിപ്പാടി നടക്കും. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീക്കോക്ക്. എൻ്റെ ഫ്രണ്ട് പീക്കോക്കിനെ പോലെയാണ്. ഡാൻസിങ് ഇൻ ദ വുഡ്സ്, അത് വുഡ്സിന് മരങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഇവിടെ എന്ത് എഴുതാം? ഫസ്റ്റ് ട്രീയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ. എൻ്റെ ഫ്രണ്ട് ട്രീയെ പോലെയാണ്. അതെന്താ ചെയ്യുന്നത്? സ്വേയിങ് ഇൻ ദ വിൻഡ്, അത് മരത്തിൽ കാറ്റിലിങ്ങനെ ഒരു ആടി ഒലിഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എഴുതാം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്. എൻ്റെ ഫ്രണ്ട് ബോട്ടിനെ പോലെയാണ്. ഫ്ലോട്ടിങ് ഓൺ ദ റിവർ, അത് റിവറിൽ ഇങ്ങനെ എന്താണ് ബോട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ചാഞ്ചാടും അല്ലേ ചെറുതായിട്ട്, അതിനെയാണ് നമ്മൾ ഫ്ലോട്ടിങ് എന്ന് പറയുക. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. എൻ്റെ ഫ്രണ്ട് ഒരു ഫ്ലവറിനെ പോലെയാണ്. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, ഗാർഡനിൽ വിരിയുന്ന ഫ്ലവറിനെ പോലെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ സ്വേയിങ് ഇൻ ദ വിൻഡ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റിയാണ് ലെറ്റ്സ് ഡിസ്കസ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ്? വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും. ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? നിങ്ങൾ അച്ഛനെയും അമ്മയെയും നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹൗ? എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് പ്രകാരമാണെങ്കിൽ വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? മൈ മദർ ക്ലീൻസ് ദ ഫാൻ. ദെൻ വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? എന്താ ഫാദർ ചെയ്യുന്ന ഇവിടെ? മൈ ഫാദർ കുക്സ് ഇൻ ദ കിച്ചൺ. ദെൻ ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? യെസ്. ഹൗ? എങ്ങനെ? ഐ ഹെൽപ്പ് മൈ പാരൻസ്. ഐ വാഷ് പ്ലേറ്റ്സ് അറ്റ് ഹോം. ഓക്കെ, ഇനി ഫോർത്ത് ആക്ടിവിറ്റി നോക്കൂ. റൈറ്റ് സാഷാസ് തോട്ട്. സാഷയുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സാഷാസ് ഓഫേർഡ് ആൻ ഉണ്ണിയപ്പൻ ടു ദ ഗേൾ. സാഷ ഒരു പെൺകുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷെ അത് വാങ്ങിക്കാതെ ആ പെൺകുട്ടി അവിടെ നിന്നും ഓടി മറഞ്ഞു. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്? അപ്പോൾ എന്തായിരിക്കും സാഷ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? എന്തൊക്കെയായിരിക്കും സാഷയ്ക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം? ഐ ഫീൽ സാഡ്. എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. വൈ ഡിഡിൻ ദ ആക്സെപ്റ്റ് ഉണ്ണിയപ്പ? വൈ ഡിഡിൻ ഷീ ആക്സെപ്റ്റ് ഉണ്ണിയപ്പ? എന്തുകൊണ്ടാണ് അവൾ ഉണ്ണിയപ്പം വാങ്ങിക്കാതിരുന്നത്? ഷുവർ ഷീ ഈസ് എ പുവർ ഗേൾ. എനിക്ക് ഉറപ്പാണ് അവൾ ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ഷീ മേ ബി ഷൈ ടു ആക്സെപ്റ്റ് ഇറ്റ്. ചിലപ്പോൾ അവൾക്ക് ഇത് വാങ്ങിക്കുമ്പോൾ ഒരു ലജ്ജ ഉണ്ടായിരിക്കാം.
മേ ബി ബിക്കോസ് ഐ എം എ സ്ട്രേഞ്ചർ ടു ഹെർ. ചിലപ്പോൾ എന്തായിരിക്കും, ഞാൻ അവൾക്ക് അവരറിയാത്ത ഒരാളാണ്, ഒരു സ്ട്രേഞ്ചറാണ്, അപ്പോൾ അതുകൊണ്ടും അവൾക്ക് ഒരു വിഷമം തോന്നിയിരിക്കാം. പെർഹാപ്സ് her mother may scold her for receiving ഉണ്ണിയപ്പം from a strange girl. ചിലപ്പോൾ മേ ബി, പെർഹാപ്സ് എന്ന് പറഞ്ഞാലും മേ ബി എന്നുള്ള മീനിങ് ആണ്. ചിലപ്പം ഒരു സ്ട്രേഞ്ചറുടെ കയ്യിൽ നിന്നും ഉണ്ണിയപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവളുടെ അമ്മ ചിലപ്പം അവളെ ചീത്ത പറയുമായിരിക്കും. ഷുവർ ഐ വിൽ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹെർ. ഞാൻ എന്തായാലും അവളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. ഐ വിൽ ഗോ ടു ഹെർ ഹോം. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകും. ഐ വിൽ ടെൽ മൈ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു ഹെൽപ്പ് ഹെർ ഇഫ് ഷീ ഈസ് നീഡ്. എന്താണ്, ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തും അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയുമെന്നാണ് സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. നമ്മുടെ അനു ടീച്ചറോട് സാഷ കവിതയെ കുറിച്ച് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. അങ്ങനെ സാഷയും ടീച്ചറും കൂടെ നടക്കാനിടയിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ സാഷ പറയുന്നുണ്ട്, ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ടീച്ചർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എ ഗേൾ, ഹു ഈസ് ഹി? ഒരു പെൺകുട്ടിയോ? ആരാണത്? വേർ ഡിഡ് യു സീ ഹെർ? നിങ്ങൾ എവിടുന്നാണ് അവളെ കണ്ടത്? അപ്പോൾ സാഷ പറയും, നെവീൻ ആൻഡ് ഐ സോ ഹെർ ബിഹൈൻഡ് ദ ബുഷസ്. ഞാനും നെവീനും ബുഷസിൻ്റെ ബാക്കിൽ നിന്നാണ് അവളെ കണ്ടത്. ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ് യു തോട്ട് അസ്. അവളെന്താ ചെയ്യുന്നത്? അവളുടെ ലിറ്റിൽ ബ്രദറിനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, തൊട്ടിയിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇവിടുന്ന് പഠിച്ച പാട്ടും പാടിക്കൊണ്ട്. ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്? എങ്ങനെയാണ് അവളത് പഠിച്ചത്? നമ്മുടെ ടീച്ചർ ചോദിക്കുകയാണല്ലേ. അപ്പോൾ സാഷ എന്താ പറയുക? യെസ്റ്റർഡേ ഐ സോ ഹെർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് അവർ ക്ലാസ്. ഇന്നലെ അവൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഷീ ഈസ് എ പുവർ ഗേൾ ടീച്ചർ. അവൾ വളരെ പാവപ്പെട്ട ഒരു ഗേൾ ആണ് ടീച്ചർ എന്ന് പറയാണ്. അപ്പോൾ ടീച്ചർ എന്താ പറയുക? ഐ സീ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ടു സ്കൂൾ. എനിക്ക് തോന്നുന്നത് അവൾക്ക് സ്കൂളിലേക്ക് വരണം എന്നാണ്. ഐ ഓൾസോ തിങ്ക് സോ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഷീ ഈസ് ബ്രില്യൻറ്റ്. അവൾ വളരെയധികം ബ്രില്യൻ്റ് ആണ്. ക്യാൻ വി ഹെൽപ്പ് ഹെർ ടു സ്റ്റഡി? നമുക്ക് അവളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താലോ? ടീച്ചർ എന്താ പറയുക? ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോൺടാക്ട് ഹിം. നീ പേടിക്കേണ്ട, ഇന്ന് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഇവിടെ ഇല്ല, നമുക്ക് കോൺടാക്ട് ചെയ്യാമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു കോൺവെർസേഷൻ എഴുതാം, നമ്മുടെ സാഷയും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇനി നെക്സ്റ്റ് വൺ, 6th ആക്ടിവിറ്റിയാണ്. മിസ്റ്റർ അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. നമ്മുടെ അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. ഇതിൽ നിന്നും സ്യൂട്ടായിട്ടുള്ള ഡയലോഗുകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണ്? ഹൂ വേർ ദേ? ദേ വാണ്ട് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. വൈ ഡിഡ് ദേ കം? ടുഡേ 2 of our students come to me, Sasha and Naveen. Hi Anubama teacher. അപ്പോൾ ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഹെഡ് മാസ്റ്റർക്ക് അയക്കുകയാണല്ലേ. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്, ഹായ് അനുപമ ടീച്ചർ, ഹലോ സർ, ഹായ് അനുപമ ടീച്ചർ. പിന്നെ ടുഡേ 2 of our students came to me. എന്താണ്? ഇന്ന് നമ്മുടെ 2 കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഹൂ വേർ ദേ? ആരൊക്കെയാണത്? പറയും സാഷ ആൻഡ് നെവീൻ. വൈ ഡിഡ് ദേ കം? എന്തിനാണ് അവർ വന്നത്? ദേ വാണ്ട് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. അവർക്ക് ഒരു പെൺകുട്ടിയെ സ്കൂളിലേക്ക് അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. നോ ഇഷ്യൂസ്, വി ഷാൾ ഡു ഇറ്റ്. എന്താണ്? നോ പ്രോബ്ലം, അതിന് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊരു വാട്സപ്പ് മെസ്സേജിൻ്റെ ചാറ്റ് ബോക്സ് ആണല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിതിന് ആൻസർ എഴുതേണ്ടത്. ആൻസർ അവിടെ തന്നെയുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. നെക്സ്റ്റ്, 7th ആക്ടിവിറ്റി. Put a tick mark against the pictures that reflect act of kindness and comment on them. ഇവിടെ തന്നിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, അതിന് കറക്റ്റ് ആയിട്ടുള്ളതിന് മാത്രം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ കമൻറ്റും കൂടെ നമ്മൾ എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ കൈൻഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് കറക്റ്റാണ്, അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് എഴുതുക എ ബോയ് ഹാവ്സ് ദ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്. അല്ലേ, ഒരു ഓൾഡ് മാനെ ഒരു ബോയ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് 5ാമത്തെ പിക്ചറാണ്, ഒരു കുട്ടി ബോട്ടിൽ വെള്ളം കൊടുക്കുന്നത്. അവിടെ എന്താണ്? എ ഗേൾ ഗീവ്സ് വാട്ടർ ടു എ ബെഗർ.
ഒരു ബെഗറിന്, ഒരു ഭിക്ഷക്കാരന് ഒരു കുട്ടി വെള്ളം കൊടുക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ളതോ എ ബോയ് കെയേഴ്സ് ആൻഡ് ഇഞ്ചേർഡ് പപ്പി. ഓക്കെ, അപ്പോൾ ഈ 3 പിക്ചറാണ് നമുക്ക് കൈൻഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി 8th ആക്ടിവിറ്റി, സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. താഴെ നമുക്ക് നമ്മുടെ പഠിച്ച സ്റ്റോറിയിലെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ താഴെ എടുത്ത് എഴുതണം. അപ്പോൾ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, നെവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നെവീന് ഒരു പെൺകുട്ടിയെ വിൻഡോന്റെ അടുത്തായിട്ട് നോട്ടീസ് ചെയ്തു. സാഷ ആൻഡ് നെവീൻ വിസിറ്റഡ് കവിത. കവിത വാസ് എ ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നെവീൻ. ഇത്രയും ഇവൻറ്റ്സ് ആണ്. ഇത് ഇതേപോലെ കറക്റ്റായിട്ട് നിങ്ങൾ താഴെ എഴുതിയാൽ മതി. ആക്ടിവിറ്റി നമ്പർ 9, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. താഴെയുള്ള പിക്ചർ നോക്കി അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എന്ത് പിക്ചറാണ്? നമ്മുടെ കവിതയുടെ അമ്മയാണ് അല്ലെ, അമ്മ ഫുഡ് ഉണ്ടാക്കുന്ന പിക്ചറാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ എഴുതാം? കവിത, ഹെർ മദർ ആൻഡ് ലിറ്റിൽ ബ്രദർ ലീവ് ഇൻ എ ടെന്റ്. അവർ ഒരു ടെന്റിലാണ്. ടെന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കെട്ടിയ വീടാണ്. ടെന്റിലാണ് താമസിക്കുന്നത്. കവിതാസ് മദർ കുക്സ് ഫുഡ് ഇൻ എ ടെമ്പററി ഫയർ പ്ലേസ് ബിൽറ്റ് അണ്ടർ എ ട്രീ. കവിതയുടെ അമ്മ ഫുഡ് കുക്ക് ചെയ്യാണ്. ഒരു ടെമ്പററി ഫയർ പ്ലേസ് ആണ്, അഥവാ ശരിക്കുള്ള ഒരു കിച്ചൺ എന്നല്ല, അവർ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലേസ് ആണ്. എവിടെയാണ്? അണ്ടർ എ ട്രീ, ഒരു മരത്തിന് താഴെ. ഹെർ ലിറ്റിൽ ബ്രദർ സ്ലീപ്സ് ഇൻ ദ ഗ്രാഡിൽ ഹഗ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. അവളുടെ ലിറ്റിൽ ബ്രദർ അവിടെ ഒരു ക്രാഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. ബ്രാഞ്ചസ് ഓഫ് ട്രീയിലാണ് അത് അത് തൂക്കിയിട്ടിരിക്കുന്നത്, ഹങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കവിത സ്റ്റാൻഡ്സ് നിയർ ദ ഫയർ പ്ലേസ്. കവിത ആ ഒരു തീയുടെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഷീ ലുക്സ് അറ്റ് ഹെർ മദർ ആൻഡ് ടോക്ക് സംതിങ്. അവൾ മദറിനെ നോക്കി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. അവൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കൂടാതെ എ കാറ്റ് ലൈ അറ്റ് ദ ഫുട്ട് ഓഫ് ഹെർ മദർ. അതുപോലെ അവളുടെ അമ്മയുടെ അടുത്തായിട്ട്, കാലിൻ്റെ അടുത്തായിട്ട് ഒരു കാറ്റ് നിൽക്കുന്നുണ്ട്. എ ഡോഗ് സ്റ്റാൻഡ്സ് ബിഹൈൻഡ് ദ ഗേൾ. ആ ഗേളിൻ്റെ പുറകിലായിട്ട് ഒരു ഡോഗും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ പിക്ചറിൽ കാണുന്നത്. ആ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സെന്റൻസ് ആക്കി എഴുതുകയാണ് ഇവിടെ വേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10 നോക്കാം. റീഡ് ദ സെന്റൻസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. ഇവിടെ കറക്റ്റ് ഇമോജിയിലേക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമതെന്ന് പറയുന്നത്, കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. കവിത നമ്മുടെ സാഷയിൽ നിന്നും ഒരു സ്റ്റോറി ബുക്ക് സർപ്രൈസ് ആയിട്ട് റിസീവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഏത് ഇമോജിയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എ, ബി, സി. ഏതാണ്? സി ആണല്ലേ. അവിടെയാണ് ഒരു സർപ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സി ആണ്. 2, സാഷ ആൻഡ് നെവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. സാഷയും നെവീനും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹെഡ് മാസ്റ്റർ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ. അവിടെ വരുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ ആണ്, ഹാപ്പി ഇമോജിയാണ്. തേർഡ് വൺ, സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ്. എന്താണ്? സാഷ ഒരു പെൺകുട്ടിയെ വളരെ കീറിപ്പറഞ്ഞൊരു വസ്ത്രത്തിൽ കണ്ടു. അവൾ വളരെയധികം ദുഃഖിതയായിരുന്നു. അപ്പോൾ ആ സാഡ് കാണിക്കുന്നത് അവിടെ ബി ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ സി, സെക്കൻഡ് വൺ എ, തേർഡ് വൺ ബി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇമോജീസ്. ആക്ടിവിറ്റി നമ്പർ 11 നോക്കാം. സോൾവ് ദ പസിൽ. ഈ പസിൽ നമുക്കൊന്ന് സോൾവ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. അവിടെ എന്താണ്? ആ ഡാഷ് എന്നുള്ളിടത്ത് നമ്മൾ ചേർക്കേണ്ടത് സ്കൂളാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് സ്കൂൾ എന്ന് വരും. സെക്കൻഡ് എന്ന് പറയുന്നത് എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസ് ഇടുന്ന ഒരു ഡ്രസ്സ്. അവിടെ എസ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ സ്കേർട്ട് എന്നാണ് പറയുക. സ്കേർട്ട്. ഓക്കെ, SKIRT. ഇനി തേർഡ് വൺ എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നമ്മളെ ഒരാൾ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആ പേഴ്സണെ നമ്മൾ എന്താ വിളിക്കുക? അവിടെ എഫ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇ എന്ന ലെറ്ററുമുണ്ട്. അത് ഫ്രണ്ടാണ്. FRIEND. ഓക്കെ, ഇനി ടച്ച്ഡ് ജെന്റ്ലി. ഒന്നിങ്ങനെ തലോടുക എന്നൊക്കെ പറയില്ലേ? അതിനെന്താ പറയുക? പി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാറ്റേർഡ് എന്നാണ്. പാറ്റേർഡ്. PATTED. ഓക്കെ, ഇനി അക്രോസ് നോക്കൂ. eager to learn or know something. നമുക്ക് ഒരു കാര്യം അറിയാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഉള്ള ഒരു നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ത്വര എന്നൊക്കെ പറയില്ലേ? അതിനെ നമ്മൾ എന്താ പറയുക? ഫോർത്ത് വണ്ണാണ്. സി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അത് നമ്മൾ ക്യൂരിയസ് എന്ന് പറയും. ക്യൂരിയസ്.
ഓക്കെ, CURIOUS. ലാസ്റ്റ് വൺ എ സ്വിംഗിങ് ബേബി ബെഡ്. ബേബി ബെഡിൽ സ്വിങ് ചെയ്യുന്നത് അതിനെന്താ പറയുക നമ്മൾ? 6th വൺ ആണല്ലേ. 6th വണ് കുട്ടികളുടെ ബെഡിൽ നിന്നിങ്ങനെ അതിങ്ങനെ ആടുക, സ്വിങ് അതിങ്ങനെ ആട്ടുന്നത്, കുട്ടികളുടെ ബെഡ് ആട്ടുന്ന ആ ബെഡിന് എന്താ പറയുക? ക്രാഡിൽ എന്നല്ലേ, തൊട്ടിലാണ്. അപ്പോൾ ഇവിടെ CRADLE ക്രാഡിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 12 ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. നിങ്ങൾ ഈ പിക്ചർ നോക്കിയിട്ട് കിച്ചണിലുള്ള തിങ്സിൻ്റെ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദം ബിലോ, താഴെ എഴുതുകയും വേണം. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. നിങ്ങളുടെ കിച്ചണിൽ പോയിട്ട് കുറച്ച് ഐറ്റംസും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. കിച്ചൺ ഓർക്കസ്ട്രയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാൻ പറ്റും? കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്? ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? സ്പൂണ്, പ്ലേറ്റ്, ബൗള്, പ്രഷർ കുക്കർ, റൈസ് പോട്ട്, സ്പാച്ചുല, കെറ്റൽ, കിച്ചൺ സ്റ്റവ്, നൈഫ്, ഫോർക്ക്, ഫ്രൈ പാൻ, റോളിംഗ് പിൻ, ഗ്രൈൻഡിംഗ് സ്റ്റോൺ, ലാഡ്, strainer, scoop, mortar and pestle, stirring hoppers, grater, wok, അതുപോലെ തന്നെ earthenware, sieve, clay pan, scraper എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരവ, ഫ്ലോർ ക്ലീനർ, ബക്കറ്റ്, സ്റ്റീം പോട്ട് എന്ന് പറഞ്ഞാൽ പുട്ടുംകുറ്റി, അതുപോലെ ഹെർത്ത്, മോപ്പ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും കിച്ചണിൽ കാണുന്ന ഐറ്റംസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 13 ആണ്. ക്ലാസിഫൈ ദ ഗിവൺ ഐറ്റം ടേംസ് ഇൻ ടു ദ കിച്ചൺ യൂട്ടൻസിൽസ്. നിങ്ങൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളെല്ലാം അതിന് നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെയാണ്? ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ കിച്ചൺ യൂട്ടൻസിൽസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ അതുപോലെ കുറച്ചും കൂടെ ആഡ് ചെയ്ത്, ഇതുവരെ പറഞ്ഞതല്ല, ഇവിടെ തന്നിട്ടുള്ള സാധനങ്ങളും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന സാധനങ്ങളെല്ലാം കൂടെ നിങ്ങൾക്കൊന്ന് ക്ലാസിഫൈ ചെയ്യണം, ഒന്ന് ടാബുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഒന്ന് കിച്ചൺ യൂട്ടൻസിൽസ്, കിച്ചണിലെ ഉപകരണങ്ങൾ, അതുപോലെ ഫുഡ് ഐറ്റംസ്, അതുപോലെ ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. അതുപോലെ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ആൽബം കൂടെ തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ കിച്ചൺ യൂട്ടൻസിൽസ് എന്നുള്ളിടത്ത് എന്തൊക്കെ എഴുതാമെന്ന് പറഞ്ഞുതരാം. സ്പൂണ്, പ്ലേറ്റ്, ബൗള്, പ്രഷർ കുക്കർ, അതുപോലെ നൈഫ്, ഫോർക്ക്, ഫ്രൈ പാൻ, സീവ്, വോക്ക്, റോളിംഗ് പിൻ, സ്പാറ്റുല, ലാഡിൽ, ഗ്രേറ്റർ, സ്ട്രെയിനർ, റൈസ് പോട്ട്, ക്ലേ പാൻ, എർത്തൻവെയർ, കിച്ചൺ സ്റ്റവ്, ഓവൻ, ഹെർത്ത്, ഗ്രൈൻഡിംഗ് സ്റ്റോൺ, സ്കൂപ്പ്, മോർട്ടാർ ആൻഡ് പെസ്റ്റൽ. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ എഗ്, ബനാന, ടീ ലീവ്സ്, ടൊമാറ്റോ, ഫ്രൈഡ് ഡംപ്ലിങ്സ്, സ്റ്റീംഡ് ഡംപ്ലിങ്സ്, ബനാന ഫ്രിറ്റേഴ്സ്, സ്റ്റീംഡ് റൈസ്, കേക്ക്, ഗീ റൈസ്, റൈസ് സൂപ്പ്, സാറ്റൈൻ ഫ്രൈ, ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ്, സ്റ്റൈറിംഗ് ഹോപ്പേഴ്സ്, കുക്ക്ഡ് ഫ്രൈ, ബോൾഡ് റൈസ്. ഓക്കെ, അതുപോലെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ചില്ലി പൗഡർ, സാൾട്ട്, ഷുഗർ, കോറിയാണ്ടർ പൗഡർ, മിൻറ്റ് ലീവ്സ്, സാമ്പാർ പൗഡർ ആൻഡ് ജിഞ്ചർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫുഡ് ഇൻഗ്രീഡിയൻസിലും എഴുതാം. ഇനി ആക്ടിവിറ്റി നമ്പർ 14 നോക്കൂ. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ. ഞാനിതിൽ നിന്നും കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് എടുക്കട്ടെ? സാഷ ചോദിച്ചു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തൊക്കെയാണ്, ഇവിടെ കുറേ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ളത്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ഒരു ഗേൾ പറയുന്നുണ്ട് എനിക്ക് ടോയ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമാണെന്ന്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് എഴുതാം ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻ ആൻഡ് പെൻസിൽ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ പെന്നും പെൻസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഇറേസർ ആൻഡ് പെൻസിൽ കട്ടർ വിത്ത് മൈ ഫ്രണ്ട്സ്. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഫേവറേറ്റ് പിക്ചേഴ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫേവറേറ്റ് പിക്ചേഴ്സ് ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് ആൻഡ് കേക്ക് ഓൺ മൈ ബർത്ത്ഡേ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ബർത്ത്ഡേയുടെ കേക്കും സ്വീറ്റ്സും ഒക്കെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. ഐ വുഡ് ലൈക്ക് ടു ഷെയർ നെയിം സ്ലിപ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ നെയിം സ്ലിപ്സ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾ എന്തൊക്കെയാണോ ഷെയർ ചെയ്യുന്നത് അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് റീഡ് ആൻഡ് റിജോയ്സ്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു റീഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. എന്താണ്? ദ ബോയ് ആൻഡ് ദ ബേർഡ്. എന്താണ്? ബാലനും കുട്ടിയും ഒരു
പക്ഷിയും. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് റിങ്കു. ഇതെന്താണ്? ഇത് റിങ്കു ആണ്. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. അവൻ്റെ എല്ലാ കൂട്ടുകാരും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. പക്ഷെ അവൻ്റെ ഫാദറിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം എന്താ സംഭവിച്ചത്? കിയോ കിയോ റിങ്കു ഹേർഡ് എ സൗണ്ട്. അപ്പോൾ അവന് കിയോ കിയോ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതെന്താണ്? ഒരു കൊച്ചു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. അത് വളരെ ഡ്രൈ ലീവ്സ് എന്ന് പറഞ്ഞാൽ കരിയിലക്കൂട്ടത്തിൽ നിന്നുമാണ് ആ ഒരു സൗണ്ട് അവൻ കേട്ടത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. അങ്ങനെ അവന് എന്താ ചെയ്തത്? അവന് നീസ് നമ്മുടെ മുട്ടുകുത്തിയിട്ട് നിന്നു. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. എന്നിട്ട് അവന് ആ പക്ഷിയെ ഇങ്ങനെ തിരയാൻ തുടങ്ങി. His hand stumbled on a poor little bird. അവൻ്റെ കൈ ആ ഒരു ലിറ്റിൽ ബേർഡിൻ്റെ അടുത്ത് തടഞ്ഞു. ആ ലിറ്റിൽ ബേർഡിനെ ഒന്ന് സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തടഞ്ഞു എന്നാണ്. അവനക്ക് ആ ഒരു ഇലയിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ കിട്ടിയെന്ന് അർത്ഥം. മ്യോ മ്യോ റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. അങ്ങനെ അവനക്ക് ആ ഒരു പൂച്ചയുടെ സാന്നിധ്യം അവനക്ക് മനസ്സിലാക്കാം. പ്രസൻസ് അവനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ അവനക്ക് തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഫെൽറ്റ് എന്ന് പറയാം. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? എന്താ പറയുന്നത്? പക്ഷിക്കുഞ്ഞിനെ പിടിക്കുമോ എന്നവന് പേടിച്ചു. അപ്പോഴാണ് അവന് അവിടെ ഒരു പൂച്ചയുടെ പ്രസൻസ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പക്ഷിക്കുഞ്ഞിനെ അത് എടുക്കുമോ എന്നവന് ഭയപ്പെട്ടു. എന്നിട്ടോ ഹി വറീഡ്. അവന് ഭയപ്പെട്ടു. അവൻ വളരെയധികം സങ്കടപ്പെട്ടു. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. അങ്ങനെ അവൻ ഒരു കല്ലെടുത്തിട്ട് ആ പൂച്ചേനെ എറിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. അവനെ പതുക്കെ ആ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്തു. വെർ ഇസ് ദ നെസ്റ്റ്? എവിടെയാണ് ഇതിൻ്റെ നെസ്റ്റ്? കൂടെ എവിടെയാണ്? വെർ ഇസ് ദ മദർ ബേർഡ്? എവിടെയാണ് ഇതിൻ്റെ അമ്മ? ഹി ഈസ് ലിസൺ കെയർഫുള്ളി. അവനെന്താണ്? അവിടെ ശ്രദ്ധാപൂർവം ചെവിയോർത്തു. ഞാൻ എവിടുന്നേലും സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ഹി ലൊക്കേറ്റ് ട്രീ. അവസാനം അവനൊരു മരത്തിൽ കണ്ടുപിടിച്ചു. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. അങ്ങനെ പിങ്കു എന്ത് ചെയ്തു? ആ പക്ഷിക്കുഞ്ഞിനെ പോക്കറ്റിലും ഇട്ടുകൊണ്ട് മരം കയറാൻ. ഹി ക്ലൈംഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. അവൻ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ആൻഡ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അങ്ങനെ അവന് ആ ഒരു ഇലയുടെയും ഇതിൻ്റെയും ഇടയിലായിട്ട് പക്ഷീനെ അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഇലയുടെയും അതുപോലെ ബ്രാഞ്ചിൻ്റെയും ഇടയിലായിട്ട് ഒരു പക്ഷിക്കൂട് അവനെ കണ്ടെത്തി. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അവൻ അങ്ങനെ പോക്കറ്റിൽ നിന്നും ആ റിങ്കുവിനെ എടുത്തു. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇൻ ദ നെസ്റ്റ്. അങ്ങനെ ആ ഒരു നെസ്റ്റിൻ്റെ ഉള്ളിൽ അതിനെ വെച്ചു. ദ ബേബി ബേർഡ് ചേർഡ് ഹാപ്പിലി. സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു പക്ഷി ഇങ്ങനെ ചിലക്കാൻ തുടങ്ങി. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അങ്ങനെ ആ ഒരു മദർ ബേർഡ് അതിലുണ്ടായിരുന്നു. അത് വളരെ നന്ദിയോട് കൂടിയിട്ട് റിങ്കുവിനെ നോക്കുകയാണ്. ബട്ട് ഹി കുഡിൻ സീ ദ ബേർഡ്. പക്ഷെ അവനക്ക് അതിനെ കാണാൻ കഴിഞ്ഞില്ല. ഹി വാസ് ബ്ലൈൻഡ്. എന്താണ്? അവന് ഒരു അന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്കത് കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇവിടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 15 നോക്കാം. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? വായിച്ചു നോക്കാം. വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? എന്താണ് സാഷയുടെ മദർ ചെയ്യുന്നത്? വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? എന്താണ് ഫാദർ ചെയ്യുന്നത്? വാട്ട് ഡിഡ് സാഷാസ് ഡു? എന്താണ് സാഷ ചെയ്യുന്നത്? വാട്ട് ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? എന്താണ് സാഷ ഡോറിൻ്റെ അടുത്തായിട്ട് കണ്ടത്? വാട്ട് ഡിഡ് സാഷ ആൻഡ് നെവീൻ ഹിയർ? എന്താണ് സാഷയും നെവീനും കേട്ടത്? വാട്ട് ഡിഡ് സാഷ ഗിവ് കവിത? എന്താണ് കവിതയ്ക്ക് സാഷ കൊടുത്തത്? വാട്ട് ഹാപ്പൻ ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്? എവ്രിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എല്ലാവരും സന്തോഷത്തിലാണ്. എന്തുകൊണ്ട്? ഇത്രയും കാര്യങ്ങളാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. എന്താണ് ഇവിടെ നിങ്ങൾ ഈ സ്റ്റോറി നിങ്ങൾ ഒരു കഥയായിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതി നോക്കുക. അതിനാവശ്യമായിട്ടുള്ള പിക്ചർ നിങ്ങളൊന്ന് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നമ്മൾ പഠിച്ച പാഠഭാഗമാണ് ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. എല്ലാം കൂടെ എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ലാണ് അവിടെ ഇല്ലാതാവുക. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഇനി
ആക്ടിവിറ്റി നമ്പർ 16 നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പേസിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നല്ല പിക്ചേഴ്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ ക്രിയേറ്റീവ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒരു സ്റ്റോറി നിങ്ങൾ എഴുതുക, ഒരു സ്റ്റോറി പറഞ്ഞുതരാം. ഓക്കെ. Once there lived a poor girl named Sandra and her sister Sona. ഒരു പുവർ ഗേൾ ആയിട്ട് ഒരു സാന്ദ്രയും അവളുടെ സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. സാന്ദ്ര went to the garden of a kind rich man in the countryside to get some fruits for her family. അവളെന്താണ്, അവളിങ്ങനെ ഓരോ പണക്കാരുടെ വീടുകളിലൊക്കെ പോയിട്ട് അവിടെ നിന്നും ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്യുകയാണ് അവളുടെ ജോലി. She collected different types of fruits in her basket. അവൾ പ്രത്യേക തരത്തിലുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. Then Sandra was very happy. സാന്ദ്ര വളരെയധികം സന്തോഷത്തിലായിരുന്നു. She hurried home. അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും. With a basket full of fruits on her head and a heart of full of dreams. അങ്ങനെ അവൾ കൊട്ട നിറയെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഹാർട്ട് ഫുള്ളായിട്ട് ഡ്രീംസുമായിട്ട് അവൾ വേഗം വീട്ടിലേക്ക് വരും. ഷീ ഹാഡ് ടു ക്രോസ് ദ വുഡ്സ് ടു റീച്ച് ഹോം. അങ്ങനെ അവൾ അതുമായിട്ട് വീട്ടിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഓൺ ദ വേ an elephant stretched its trunk and it took an apple from the basket. അങ്ങനെ ഒരു ആന വരികയും ആനയുടെ തുമ്പിക്കൈ കൊണ്ട് അതിൽ നിന്ന് ഒരു ഫ്രൂട്ട്സ് എടുക്കുകയും ചെയ്തു. A monkey on the branches of a tree took the banana from her basket. അങ്ങനെ മങ്കിയും ആ ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബനാന എടുക്കും. A wild buffalo ate the pineapple. വൈൽഡ് ബഫല്ലോ ഒരു പൈനാപ്പിളും കഴിക്കും. The remaining fruits was pecked by a parrot. ബാക്കിയെല്ലാം പാരറ്റ് വന്നിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ട്സുകളും എടുക്കും. She walked in her daydreams without knowing what had happened. പക്ഷേ അവൾ ഈ ഒരു കൊട്ടയും ചുവന്നുകൊണ്ട് ഇങ്ങനെ പോകും, പക്ഷെ അവൾക്ക് എന്താ അവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അറിയില്ല. Then Sandra reached under a mango tree full of ripe mango fruits. അങ്ങനെ അവൾ ഒരു മരത്തിന് താഴെയായിട്ട് എത്തി. അപ്പോൾ അവളുടെ കയ്യിൽ ഫുള്ള് പഴുത്ത മാങ്ങയാണുള്ളത്. A goat that ran towards the mango tree hit on it with its head. അങ്ങനെ അപ്പോഴാണ് ഒരു ഒരു ആട് പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി ഓടി വന്നു. പക്ഷെ അതിൻ്റെ തല ഒരു മരത്തിൽ മാംഗോ ട്രീയിൽ തട്ടുകയാണ് ചെയ്യുന്നത്. ദ ട്രീ വാസ് ഷേക്കൺ ആൻഡ് എ ലോട്ട് ഓഫ് മാംഗോ ഫ്രൂട്ട്സ് ഫെൽ ഡൗൺ. അപ്പം എന്താ ഉണ്ടായത്, ആട് വന്നിട്ട് മരത്തിൽ തട്ടിയപ്പോൾ മരത്തിലുണ്ടായ മാമ്പഴം ബാക്കിയെല്ലാം കൂടെ താഴേക്ക് വീണു. സാന്ദ്രാസ് ബാസ്ക്കറ്റ് ഗോട്ട് ഫിൽഡ് വിത്ത് മാംഗോസ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എലിഫൻ്റ് എടുത്തതും അതുപോലത്തെ മങ്കി എടുത്തതും എല്ലാം എടുത്തതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട്. പക്ഷേ ഈ ഒരു മാങ്ങ വീണതോടുകൂടി വീണ്ടും ആ ബാസ്ക്കറ്റ് ഫുള്ളാവുകയാണ് ചെയ്യുന്നത്. വെൻ ഷീ റീച്ച്ഡ് ഹോം സാന്ദ്ര ആൻഡ് ഹെർ സിസ്റ്റർ സോന were wonderstruck to see the basket full of mangoes. അങ്ങനെ ഒരു വീട്ടിലെത്തിയപ്പോൾ സാന്ദ്രയും സാന്ദ്രയുടെ സിസ്റ്ററായിട്ടുള്ള സോനയും വളരെയധികം അത്ഭുതപ്പെട്ടു. ഈ ഒരു ബാസ്ക്കറ്റിൽ ഫുള്ള് മാംഗോ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്റ്റോറിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 17 ആണ്, വീഡിയോ ക്ലിപ്പാണ്. സാഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ ഓർ മദർ കുക്കിംഗ്? എന്താണ്, സാഷയുടെ ഫാദർ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി അല്ലേ. നിങ്ങളുടെ അച്ഛനോ അമ്മയോ പാകം കുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ എ കുക്കറി വീഡിയോ വിത്ത് യുവർ ഓഡിയോ കമൻറ്ററി സെൻഡ് ടു യുവർ ടീച്ചർ. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്യുന്നത് ഒരു ഓഡിയോടുകൂടെ നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ ഓഡിയോ ഡയറി, റെക്കോർഡ് ആൻ ഓഡിയോ ക്ലിപ്പ് നെറേറ്റിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ് സച്ച് ആസ് പ്രവേശനോത്സവം. Observing special days like a World Environment Day, English Assembly, etc. held in your school. You may also create an audio clip about the books you have read in connection with the Reading Day celebration. നിങ്ങളുടെ സ്കൂളിൽ പ്രവേശനോത്സവം, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഡേ, ഇംഗ്ലീഷ് അസംബ്ലി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വായനാ ദിനവും റീഡിംഗ് ഡേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചൊരു പുസ്തകത്തിനെ സംബന്ധിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. അത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പുതിയ അക്കാദമിക് ഇയർ എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.